അപ്പം മക്കളെ, നമ്മുടെ മേൽക്കൂരയുടെ പണി മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി താഴത്തെ പണി മാത്രം ബാക്കി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിൽ ഞാൻ ഒരു സീറ്റൊക്കെ ഇട്ടൊന്ന് ഇറക്കിയെടുത്തിരുന്ന ഒരു വർക്ക് ഏരിയ പോലെ. അതിപ്പോൾ നല്ല പൊന്തിച്ച് നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത്രേ പൊന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്ലോപ്പാക്കി വെച്ചിരുന്ന്. അതിപ്പോൾ ഒരു പൊന്തിച്ചിട്ട് ഒരു ചെറിയ മോഡലൊക്കെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പോകേണ്ട രീതിയിൽ പാത്തിയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ പൊന്തിയിരിക്കണം, നമുക്ക് തലമുട്ടത്തൊന്നുമില്ല. മക്കളെ, ഈ വീട് ഞാൻ ഓരോരോ കല്ല് വെച്ച് പൊന്തിച്ചതിന് ശേഷം കണ്ടില്ലേ, എല്ലായിടത്തും 4 വർഷത്തെ ഇത്രയും ക്യാപ്പുണ്ട്. ഒരു കല്ലിന് 35 രൂപ വില ഉണ്ട്, 6 ഇഞ്ച് കല്ലിന്. അപ്പോൾ എല്ലാ കല്ലും എടുക്കാൻ പോയാൽ ചിലപ്പോൾ താങ്ങിന്ന് വരില്ല. അതുകൊണ്ട് വില കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് എന്തെങ്കിലും വെച്ച് അടയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതേപോലെ ചെയ്യാനാണ് മക്കളെ. ഈ കോലായി വന്ന് നമ്മൾ ഇങ്ങോട്ട് നീക്കി കുറച്ച് വലുതാക്കി എടുക്കണമെന്നാണ് ഉണ്ടായിരുന്നൊരു പ്ലാന്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് നീക്കാൻ നമ്മുടെ തള്ളപ്പെരയിലെക്കാളും അങ്ങോട്ട് നീങ്ങി വരും. അപ്പോൾ ഉള്ളിലൊരു പേടി. മോനക്ക് ഭയങ്കര നിർബന്ധം ഇത് എടുക്കണമെന്ന്. ഞാൻ എടുക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. എനിക്ക് പേടി, പക്ഷെ അവനക്ക് പേടിയില്ല. ഇപ്പോൾ അതിനേക്കാളും മനസ്സിൽ വേറൊരു പദ്ധതിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം പ്ലാൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിവിടെ കയറി വന്ന ഉടനെ ബാത്റൂമാണ്, കണ്ടില്ലേ, ഒരു കോമൺ ബാത്റൂമാണ്. ഇതിവിടെ നിന്ന് മാറ്റാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ബാത്റൂം ഉള്ളതറിയാത്ത രീതിയിൽ ഒരു സീറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് അടിച്ച് റെഡിയാക്കി എടുക്കുക. പിന്നെ ഈ ചുമര് പൊളിച്ചിട്ട് മൊത്തത്തിലൊരു ഹാളാക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് TV വെക്കണ ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഇവിടെയൊക്കെ സോഫ ഇടാനാണ് പ്ലാന്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ ബാത്റൂമിലേക്ക് നോട്ടം പോവില്ല, ഇങ്ങോട്ടല്ലേ നോട്ടം വരിക. അങ്ങനെ ചെയ്യാനാണ് ഇപ്പം ഞാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. മക്കളെ, ഒരു കാര്യം പറയാൻ മറന്ന്, ഈ വാതിലുണ്ടല്ലോ, എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്, ഇരുമ്പിൻ്റെ വാതിൽ. ഇത് ഇവിടെ ഈ വാതിൽ മാറ്റിയിട്ട് ഇവിടെ വെക്കാനുള്ളതാണ് ആ വാതിൽ കേട്ടോ. അത് ഇതിനേക്കാളും ഇച്ചിരി കൂടി വീതിയും ഹൈറ്റും ഉണ്ട്. അതും ഇച്ചിരി പൊളിച്ചാൽ മതിയല്ലോ, അപ്പം നല്ല ഉഷാറാവും. അപ്പം മക്കളെ, നമ്മൾ റൂമുകളിലൊക്കെ വാതിൽ വെക്കാൻ ഞങ്ങൾ വില ചോദിച്ചപ്പോൾ മരത്തിൻ്റെ വാതിലിന് 5000-6000 രൂപയൊക്കെയാണ് വില പറഞ്ഞത്. പിന്നെ വേറൊരു തരം വാതിലില്ല, ഒരു പുതിയ മോഡല്. ആ വാതിലിക്ക് വില ചോദിച്ചപ്പോൾ 2300 രൂപയെന്നാണ് സ്റ്റാർട്ടിങ്. ആ വാതിലൊക്കെ ഇതിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ വേഗം അത് മഴ പെയ്യുമ്പോൾ കുതിർന്നു പോകുമല്ലോ. മരത്തിൻ്റെ വെക്കുമ്പോൾ പിന്നെ കട്ടളയല്ലേ ചെതൽ തിന്നുക, വാതിൽ ചെതൽ തിന്നുമില്ലല്ലോ. അപ്പം ഞങ്ങളെ വീട്ടിൽ പണിക്ക് വന്ന ഒരു മോൻ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു സെക്കൻഡ് ഹാൻഡ് വാതിൽ മാത്രം വിൽക്കണ ഒരു കട ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങി വെച്ചിരിക്കണമെന്ന്. എൻ്റെ മക്കളെ, ഞങ്ങളവിടെ കാണാൻ പോയി. അവിടെ കാണാൻ പോകുമ്പോൾ പഴയ വീടുകളിലുള്ള നല്ല നല്ല വാതിലുകൾ, പലതരം വാതിലുകൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നോക്കി പോന്നിട്ടുണ്ട്. ഇനി എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് അത് 1000, 1500, 2000, 2500. അതിൻ്റെ വാതിലിൻ്റെ കനമും മോഡലും അനുസരിച്ചിട്ടാണ് അതിന് വില. ഇപ്പം അത് വാങ്ങി വെക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിക്കണത്. അതേപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ഈ ജന്നലുകൾ വെക്കാനുള്ള പാളിയും അവിടെ ഉണ്ട്. 3 കള്ളി വെക്കാനും 2 കള്ളി വെക്കാനൊക്കെ അവിടെ തന്നെ ജന്നൽ പാളികളുണ്ട്. ഗ്ലാസ് ഉള്ളതുണ്ട്, ഗ്ലാസ് ഇല്ലാത്തതുണ്ട്. അതിനും ഏറ്റവും വില കുറവാണ്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന വാതിലുകളാണ് മക്കളെ. അതേപോലെ വാതിൽ മാത്രമല്ല കേട്ടോ, ഈ കട്ടളയോടെ കൂടെയുള്ള വാതിലുകളുണ്ട്. പഴയ മരത്തിൻ്റെ വാതിലുകൾ, ഒരു ചെതലോ ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഈ പഴയ ചുമരൊന്ന് പറിച്ചെടുക്കണ കട്ടളയുടെ ബാക്ക് എങ്ങനെ ഉണ്ടാവും, അതേമാതിരി ഇച്ചിരി മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ, ഒരു ചെതലും ഒന്നുമില്ല. അതേപോലെ തന്നെ ജന്നലിൻ്റെ ഫ്രെയിമും വാതിലും ഒക്കെ പാടെ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. ഇപ്പം ഞങ്ങൾ അതൊന്നും വില ചോദിച്ചിട്ടില്ല. ഇതിവിടെ നമ്മൾ കട്ടളയൊക്കെ വെച്ചതല്ലേ, അതുകൊണ്ട് വാതിലിൻ്റെ വില മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. മക്കളെ, പകൽ സമയത്തും ചായ കുടിക്കാനും മരുന്ന് കഴിക്കാനൊക്കെ ഞാൻ ഇവിടെ ആയിരിക്കൽ. നേരം വെളുത്താൽ ചായ കുടിക്കുക, ഭക്ഷണം കഴിക്കുക ഒക്കെ ഇവിടെ തന്നെയാണ്. രാത്രി ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഒരു താന്നതുപോലെ, ഒരു വെളിച്ചം ഇല്ലാതെ പോലെയൊക്കെ ഇരിക്കും.
ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് ഇവിടെ ഇരുന്നാൽ ചായ കുടിക്കുക. അത് ഭയങ്കര ഒരു ഉന്മേഷം. എന്താന്ന് പറഞ്ഞാൽ ഉയർന്നപ്പോഴേ നല്ല വെളിച്ചമും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോട്ടിൽ കൂടി പോണ ആളുകളെ നേരം പോലെ കാണാൻ പറ്റും. അങ്ങനെ ഇപ്പം ഇതാണ് നേരത്തെ പറഞ്ഞത്, പൊന്തിച്ച് നല്ല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് പറഞ്ഞത്. ഇതാണ് ഇപ്പം പുതിയതായിട്ട് ഞങ്ങളെടുത്ത റൂം. ബാക്കിയുള്ള 2 റൂമിനേക്കാളും അത്യാവശ്യം ഇച്ചിരി വലിപ്പമുള്ള റൂമാണ്. ഇപ്പം ഇതിങ്ങനെ കിടക്കുന്നത് അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലേ ഇറക്കിയെടുത്തത്, അതിൽ കിടന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അത് നേരാക്കിയിട്ട് വെക്കാച്ചിട്ട് ഒക്കെ പിറക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിക്കണ്. ഇത് കണ്ടില്ലേ മക്കളെ, ഈ ക്യാപ്പും ഇവിടുത്തെ ഈ ക്യാപ്പ് ഇത്രയും മാത്രം കല്ല് കൊണ്ട് അടയ്ക്കാനാണ് പ്ലാന്. ബാക്കിയുള്ള ക്യാപ്പുകളൊക്കെ ചിലവ് കുറഞ്ഞ് അടയ്ക്കാനുള്ള വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. അപ്പം എൻ്റെ മോൻ ആദ്യം ഒരു മോഡൽ പറഞ്ഞ് ആ മോഡൽ ചെയ്യാനായിരുന്നു പ്ലാന്. അത് നമുക്ക് റൂം എടുത്തതിന് ശേഷം നമുക്ക് വലിപ്പം പോരാ. ഇപ്പോൾ ഒരു പുതിയ മോഡലാണ് ഇവന് ശരിയാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മളെ വീഡിയോകളിലൊക്കെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തുണ്ടാക്കി നോക്കാമല്ലോ. അങ്ങനെ ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ, ഇപ്പോൾ ഉള്ള പുതിയ മോഡലിൽ. അതാവുമ്പോൾ ഇവിടെ നിന്ന് ഒന്നും മാറ്റാനൊന്നുമില്ല. ഇത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. ഇവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പിന്നെ ഈ കോലായി ഒന്നുകൂടി ഉയർത്തി നമ്മുടെ വീട്ടിൽ നിന്ന് കയറേണ്ട അത്രയും ഉയർത്തി നിരപ്പാക്കി എടുക്കുക. പിന്നെ ഒരബദ്ധം പറ്റിയത് എന്താണെന്നറിയോ, ഈ ഫ്രണ്ടിലത്തെ ജന്നൽ ഒന്നുകൂടി വലിപ്പത്തിൽ കൂട്ടി വെക്കാമായിരുന്നു. അതിനിപ്പോൾ മാറ്റാൻ പറ്റില്ല, വെച്ച് പടുക്കലും കഴിഞ്ഞ്. ഇനി ജന്നൽ മാറ്റാൻ ഒരാളെ വിളിച്ചാൽ ഒരു ദിവസത്തെ പണി വരും. അപ്പോൾ പിന്നെ ഇപ്പം താർക്കാലം എങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീടിൻ്റെ ആദ്യത്തെ ഘട്ടത്തെ പണി. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ വീഡിയോ എന്തായാലും വിടുന്നുണ്ട്.